തിരുമുഖം കാണാനും ദൈവത്തോടൊത്തു വസിക്കാനും ദുഃഖങ്ങളെല്ലാം അകറ്റാനും ഉള്ളഴിഞ്ഞാശിക്കുന്നു ഞാൻ. ദൈവത്തിരുമുഖം കാണാനും ദൈവത്തോടൊത്തു വസിക്കാനും ദുഃഖങ്ങളെല്ലാം അകറ്റാനും ഉള്ളഴിഞ്ഞാശിക്കുന്നു ഞാൻ. ദൈവം കാത്തുകൊള്ളുക, ആത്മാക്കളെ ദൈവം കാത്തുകൊള്ളുക. ദൈവം കാത്തുകൊള്ളുക. നേർച്ചകളോരോന്നും സ്വീകരിച്ചു കാത്തുകൊള്ളുക, നിത്യം കാത്തുകൊള്ളുക. ആപത്തു കൂടാതെ ആത്മാക്കളെ കാത്തുകൊള്ളുക, നിത്യം കാത്തുകൊള്ളുക. വിടാതെപ്പോഴും കാത്തുകൊള്ളുക, കൈതൊഴുതങ്ങേ സ്തുതിച്ചിടുന്നേ. കാത്തുകൊള്ളുക, കാരുണ്യവാരിധേ കാത്തുകൊള്ളുക. സ്വരൂപനായ പരമഗുരു ഈ ലോകത്തിൽ പരലോകത്തെ സ്ഥാപിക്കുവാനാണ് താണതെന്നത്. പരലോകം പരമാത്മാവിൻ്റെ വാസസ്ഥലമാണ്. പരമാത്മാവില്ലാതെ പരലോകമില്ല, പരലോകമില്ലാതെ പരമാത്മാവും. ആത്മലോകത്തെ ദേവലോകമാക്കാനും ദേവലോകം പരലോകമാക്കാനും പരമാത്മാവാകുന്ന പരമഗുരു കലിയുഗത്തിൽ അവതാരമായി വന്ന് പരലോക വ്യവസ്ഥകളാണ് തൻ്റെ തിരുനാവുകൊണ്ട് ഓതി ഭവിപ്പിച്ച് ആത്മബോധോദയ സംഘത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചത്. ഈ വ്യവസ്ഥകളല്ലാതെ, ഈ ജ്ഞാനമൊഴികളല്ലാതെ
വേദാന്തങ്ങളല്ലാതെ പരലോകത്തെ കാണുവാനും പരമാത്മവാഴ്ച അനുഭവിക്കാനും മറ്റൊരു മാർഗം പ്രപഞ്ചത്തിലില്ല എന്നത് പരമസത്യവും അനുഭവവുമാണ്. അതാണ് പരമസത്യം. സർവശക്തനാകുന്ന ഉടമസ്ഥന്റെ തിരുഹൃദയത്തിൽ കരുതപ്പെടുന്ന ഒരു കരുതൽ അത് ഓരോ ആത്മാവിലും അനുഭവമാകുന്നു. ആ ആത്മാവ് പരലോകമാകുന്നു. അവിടെ പരമാനന്ദവും പരമാത്മവാഴ്ചയും അനുഭവമാകും. ഇത് വളരെ പ്രത്യേകതയോടുകൂടി വളരെ സൂക്ഷ്മാവസ്ഥയിലും നിലനിർത്തിയിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. ഇത് ബാഹ്യമായ ചെവികൾ കൊണ്ടോ കേൾക്കാനോ ബാഹ്യമായ കണ്ണുകൊണ്ട് കാണാനോ കഴിയുന്നതല്ല. ഒരു കാരണവശാലും ബാഹ്യമായ ഒരു വസ്തു കൊണ്ടും ഇതിനെ അളക്കാനും കഴിയില്ല. ഇത് സൂക്ഷ്മാവസ്ഥയിൽ നിലനിർത്തിയിരിക്കുന്ന ഒരു പ്രത്യേക വ്യവസ്ഥയാണ്. ഇത് സൂക്ഷ്മജ്ഞാനിയാകുന്ന ഗുരുവിന്റെ തിരുശബ്ദങ്ങളിലൂടെ മാത്രം ഒരാത്മാവിൽ രൂപപ്പെടുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. അത് രൂപപ്പെടുത്തുവാൻ ഓരോ ആത്മാവിലും ഞാനിന്ന് പ്രഭാതത്തിൽ പറഞ്ഞതുപോലെ മായാമറ നീക്കി ആത്മാവിൽ പരലോകത്തെ സ്ഥാപിക്കുവാൻ അവതാരമായി വന്ന ഗുരു, അതാണ് ശുഭാനന്ദ ഗുരു. പലരും പലതും പറയും. പറയനാണെന്ന് പറയും, കള്ളപ്പറയനാണെന്ന് പറയും, പല പേരുകളിൽ വിളിക്കും. എന്ത് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ഒരാളിനെയാണ് വിളിക്കുന്നത്. അത് വേറൊരു സത്യം. പക്ഷേ ഈ ആക്ഷേപങ്ങളും അനക്ഷരങ്ങളും ഗുരുവിന്റെ മേൽ പ്രയോഗിക്കുമ്പോൾ ഒരിക്കലും ഗുരു ഇല്ലാതാവുന്നില്ല, ഇല്ലാതാവുകയുമില്ല. കാരണം ഇത് സൂക്ഷ്മജ്ഞാനം, സമ്പൂർണ്ണ സൂക്ഷ്മതയാണ്. ഈ സൂക്ഷ്മ വസ്തുവിനെ എങ്ങനെ പിന്നെ ഒരു മനുഷ്യനിലേക്ക് ആവാഹിക്കാൻ പറ്റും? എങ്ങനെ ഒരു മനുഷ്യന് കാണാൻ പറ്റും? എങ്ങനെ കേൾക്കാൻ പറ്റും? അതിനാണ് താൻ ഒരു സ്ഥൂല ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് വാഴുന്നത്. സ്ഥൂലത്തിൽ കൂടി മാത്രമേ സൂക്ഷ്മത്തെ അനുഭവപ്പെടാൻ കഴിയുള്ളൂ ലോകത്തിൽ. അതിനുവേണ്ടി ഒരു സ്ഥൂല ദേഹം സ്വീകരിച്ചു. അതിൽ ഉൾപ്രവേശിച്ചു നിന്നുകൊണ്ട് തന്റെ സൂക്ഷ്മജ്ഞാനത്തെ മറ്റുള്ളവരിലേക്ക് അനുഭവപ്പെടുത്തുവാൻ വേണ്ടുന്ന വ്യവസ്ഥകൾ ലോകത്തിൽ വെളിപ്പെടുത്തി. അതിലൂടെ ജീവിക്കുന്നവർക്ക് തന്റെ സൂക്ഷ്മരൂപത്തെ കാണാം, അവർക്ക് അറിയാം, അവർക്ക് കേൾക്കാം, അവർക്ക് അനുഭവിക്കാം, അവർക്ക് ആനന്ദിക്കാം. ആ സൂക്ഷ്മരൂപനാകുന്ന ഗുരു പരമപ്രത്യക്ഷമായി ഈ ലോകത്തിൽ 12 വർഷക്കാലം ആളിരുന്ന പൊന്നോമന തിരുവുടലിന്റെ 10ാം ദിനം കൂടിയാണ് ഈ ഞായറാഴ്ച. പുണ്യങ്ങൾ ഏകോപിച്ച ദിനം. ഞായറാഴ്ച നമുക്ക് ഏറ്റവും പുണ്യമുള്ള ദിനമാണ്. പൂരാടം കൂടി വന്നപ്പോൾ പുണ്യങ്ങൾ ഏകോപിച്ച ദിനമായി. അതിന്റെ പ്രത്യേക ചൈതന്യവും അനുഗ്രഹവും ഇന്നത്തെ ദിനത്തിലുണ്ട്. സ്വാഭാവികമായി തന്നെയുണ്ട്. കൂടുതൽ കരുതുന്ന ഹൃദയങ്ങളിൽ അത് കൂടുതൽ അനുഭവമാകും. ഓരോ ഹൃദയങ്ങളും എത്രത്തോളം ഇതെല്ലാം കരുതുന്നുവോ അത്രത്തോളം അനുഭവ സുഖങ്ങളിൽ, അനുഭവ ഭാഗ്യത്തിൽ, ആനന്ദത്തിൽ ജീവിക്കുവാനുള്ള വഴി ജഗതീശ്വരൻ ലോകത്തിൽ തുറന്ന് പ്രകാശിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ആത്മബോധോദയ സംഘം. ഒരു നിമിഷം പോലും മൗനിയായി പോകാതെ, ഒരു നിമിഷം പോലും കർമ്മവിമുഖരായി പോകാതെ, ദൈവശക്തിയോട് എനിക്ക് അടുത്ത് ഇടപെടണം, ദൈവശക്തി എനിക്ക് കാണണം, അതിനെ എനിക്ക് കേൾക്കണം, അതിനെ എനിക്ക് അനുഭവിക്കണം എന്നുള്ള അത്യാർത്തിയോടുകൂടി, തീവ്രമായ ജ്ഞാനവൈരാഗ്യത്തോടുകൂടി ഓരോ നിമിഷവും നമുക്ക് ജീവിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായി നമുക്ക് ഈ രൂപത്തെ നമ്മുടെ രൂപമായി കാണാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നിങ്ങളെ കൊണ്ട് വളരെ വ്യക്തമായി ദൈവം തന്നെ നേരിട്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളിയാഴ്ച ആരാധന നടത്തണം, ഞായറാഴ്ച ആശ്രമത്തിൽ പോകണം, 4 നാൾ ആചാരമാണ്, 3 നാൾ വിശുദ്ധമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ നടത്തുന്നത് ഈ പരലോകത്തിലേക്കാണ്, പരമാനന്ദ രാജ്യത്തിലേക്കാണ്. ആനന്ദ വീടിന്റെ താക്കോൽ എന്റെ സദ്ഗുരുവിന്റെ ഉപദേശം. ആ ഉപദേശം തന്ന്, താക്കോൽ തന്ന്, തുറന്ന് നിങ്ങളെ അതിലേക്ക് നയിക്കുകയാണ് ഈശ്വരൻ. ആദിനാഥനായിടുന്ന സദ്ഗുരു താൻ ഉദയം ചെയ്തു. ആദിനാഥനായി
പരലോകത്തിലേക്ക് എത്തുവാൻ, പരമാനന്ദം സ്വായത്തമാക്കുവാൻ സത്യധർമാദികളല്ലാതെ മറ്റൊരു മാർഗവും ഓരോരുത്തരും ഈ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിതം ചെയ്താൽ മതി. സത്യവും ധർമ്മവും നിങ്ങളിൽ കൂടി പുലർന്നുകൊള്ളും. കാരണം ഈ വ്യവസ്ഥ, ആത്മബോധോദയ സംഘം ആദർശം ലോകത്തിൽ പാസാക്കിയതും നടപ്പാക്കിയതും സത്യസ്വരൂപനാകുന്ന ഈശ്വരനാണ്. അത് സത്യത്തിലേക്ക് എത്തിച്ചേരാൻ, പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ, ആത്മബോധം ഉണ്ടാകാൻ, ആനന്ദം അനുഭവിക്കാൻ ഈശ്വരനാൽ പൂർണ്ണമായും പ്രാവർത്തികമാക്കപ്പെട്ട പരിപൂർണാദർശമാണിത്. അതുകൊണ്ട് തന്നെ ഇത് പരിപൂർണതയിൽ എത്തിച്ചേരാനുള്ള വഴിയാണ്. അതിന് പറയാതെയും ആത്മബോധോദയ സംഘത്തിലൂടെ ആഗ്രഹത്തോടുകൂടി നിഷ്കളങ്ക ഭക്തിയോടുകൂടി ആര് ജീവിച്ചാലും അവരെത്തിച്ചേരുന്നത് ആ പരലോകത്തിലായിരിക്കും, പരമാനന്ദത്തിലായിരിക്കും. അപ്രകാരം പരമാനന്ദത്തിൽ എത്തിച്ചേരാൻ നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുവദിക്കട്ടെ. മാരകമായ ഒരു ലോകത്തിൽ കടന്നുപിടിച്ച് എത്രയോ ജന്മങ്ങൾ നഷ്ടമായി, എത്രയോ പേർ ഇനിയും രോഗബാധിതരായി കഴിയുന്നു. വീണ്ടും വീണ്ടും പുതിയ പുതിയ രോഗബാധിതർ ഉണ്ടാകുന്നു. ഇതിനൊരു ശമനം വരാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ പത്തനാൾ സ്തുതിയും ആരാധനയും എല്ലാം നമ്മൾ സങ്കല്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈശ്വരൻ അത് എത്രയും വേഗം സ്വീകരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഈ ലോകത്തിൽ നിന്നും ഈ ലോകത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുവാൻ, നിർവീര്യമാക്കി കളയുവാൻ കരുണാനിധിയുടെ വൻപിച്ച കാരുണ്യം ഉണ്ടാകട്ടെ, ദയയുണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആനന്ദരൂപന്റെ വാഴ്ച ഉള്ളിലാനന്ദമേകുന്നു നിത്യം. ആഴമില്ലാത്ത കാരുണ്യത്തിന്റെയും ആഴമില്ലാത്ത ദയയുടെയും
ആഴമില്ലാത്ത ജ്ഞാനത്തിന്റെയും ഒക്കെ ഉടമസ്ഥൻ ജഗദ്ഗുരുവായ ജഗദീശ്വരൻ തന്നെയാണ്. ആ ജഗദീശ്വരനെയാണ് ആ സർവാത്മാക്കളും ആരാധിക്കേണ്ടതും പൂജിക്കേണ്ടതും. കാരണം ആ ജഗദ്ഗുരുവിൽ നിന്നാണ് സർവ്വതും ഉളവായി വന്നത്. സർവ്വതും നിലനിൽക്കുന്നതും അതിൽ തന്നെയാണ്. സർവ്വവും തിരിച്ചു ചെന്ന് ചേരേണ്ടതും അതിൽ തന്നെയാണ്. അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാര രൂപമായി നിലകൊള്ളുന്ന ജഗദ്ഗുരുവിനെ അറിയുക, ആരാധിക്കുക, ആശ്വസിക്കുക, ആനന്ദിക്കുക. അതിനു വേണ്ടിയാണ് ഈശ്വരൻ വന്ന് ഈ ആദർശം ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ആദർശം അളവില്ലാത്ത അറിവിന്റെ ഭണ്ഡാരമാണ്, ജ്ഞാനസാഗരമാണ്. ആ ഏറ്റവും ശ്രേഷ്ഠമായ അറിവാണ് ഈ ആദർശം. ഇതിനേക്കാൾ വലിയൊരു ആദർശം ഭൂമിയിലില്ല, ഇനി ഉണ്ടാകേണ്ടുന്ന ആവശ്യവുമില്ല. ആ ഉള്ളതായി ഉള്ളവൻ വന്ന് ഉള്ളതുപോലെ ഉള്ള ആദർശം സ്ഥാപിച്ചിരിക്കുന്നു. ആ ഉത്സവനാകുന്ന ഉടമസ്ഥൻ ഈ ആദർശം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ഒരു ആദർശത്തിന്റെ ആവശ്യം പ്രപഞ്ചത്തിലില്ല. പക്ഷേ ഇതിനെ വേണ്ട വിധത്തിൽ അനുസരിച്ച് ജീവിക്കാൻ ആത്മലോകം പരിശീലിക്കണം. ഈ ആദർശത്തെ അനുസരിച്ച് അണുവിട തെറ്റാതെ പാലിച്ച് ജീവിക്കുവാൻ ആത്മലോകം സജ്ജമാകണം, പരിശീലിക്കണം. ഇത് ആത്മപുരുഷനുമായി ചേർന്നുള്ള പരിശീലനമാണ്. ലോകത്തിൽ സൃഷ്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി സ്ത്രീയും പുരുഷനും ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഇടപാട് പോലെ അല്ല ഇത്. അവർ തമ്മിലുള്ള സ്നേഹം പോലെ അല്ല, അവർ തമ്മിലുള്ള ബന്ധം പോലെ അല്ല. ആ സൃഷ്ടാവായ ഏകപുരുഷൻ സൃഷ്ടിയാകുന്ന സ്ത്രീയുമായുള്ള ബന്ധം, ആ ആത്മനാഥനോടൊത്തു ചേർന്നു രമിക്കുവാൻ കൃപ ചെയ്യണേ. ആത്മനാഥനോടൊത്തു ചേർന്നു രമിക്കുവാൻ കൃപ ചെയ്യണേ. ആത്മനാഥനോടൊത്തു ചേർന്നു
ചേർന്ന് രമിക്കാൻ അനുവദിക്കണേ. ആത്മാവെന്ന പേരോടുകൂടി ലോകത്തിൽ വാഴുന്ന മനുഷ്യജന്മങ്ങൾ അവനവനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനോടുകൂടി അവന് ബന്ധുവായി, അവൻ ഏറ്റവും മിത്രമായി, ഏറ്റവും സഹായമായി, ആത്മാവിന്റെ സൽക്കർമ്മത്തിന് വേണ്ടി സ്വീകരിച്ച് നിലനിർത്തിയിരിക്കുന്ന ഈ മായാവൻ ശരീരം അത് തന്നെ ശത്രുവായി കാണുവാനുള്ള കാഴ്ചയുണ്ടാകും. അത് ശത്രുവാണെന്നുള്ള തിരിച്ചറിവുണ്ടാകും. എപ്പോൾ ആത്മാവിനെ കണ്ടു കഴിയുമ്പോൾ അപ്പോഴാണ് ആത്മനാഥനുമായി ചേരാൻ കൊതിയുണ്ടാകുന്നത്. അപ്പോഴാണ് ആർത്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നത്. ആത്മനാഥനോടൊത്തു ചേർന്നു രമിക്കുവാൻ കൃപ ചെയ്യണേ. കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ഏറ്റവും സൗന്ദര്യവാൻ ഞാനാണ്, ഏറ്റവും സൗന്ദര്യവതി ഞാനാണ്, എന്നെ പോലെ വേറൊരാളില്ല എന്നൊക്കെ കരുതി കൊണ്ടു നടക്കുന്ന ഈ മൺശരീരം ആത്മാവിനെ അറിയാനുള്ള അറിവ് ലഭിച്ചു കഴിയുമ്പോൾ ശത്രുവാകുന്ന മായയെ അങ്ങ് സംഹരിക്കണ ദൈവമേ. പക്ഷേ സദ്ഗുരു തിരുവവതാരമായി വന്ന് ആ നിർബന്ധപൂർവ്വം ഈ അറിവിനെ ആത്മാവിലേക്ക് ഭവിപ്പിച്ച് നിർബന്ധമായി നിയമാനുഷ്ഠാനങ്ങളിലൂടെ ജീവിപ്പിച്ച് ആത്മാവിനൊരു തെളിച്ചം ഉണ്ടായി കഴിയുമ്പോൾ, ഒരു വിളക്കം ഉണ്ടായി കഴിയുമ്പോൾ, ആ തേജസ്സായി തന്റെ ആത്മാവിനെ കാണാൻ തുടങ്ങുമ്പോൾ ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഇത് ശത്രുവാണെന്ന് തിരിച്ചറിവുണ്ടാകുന്നത്. അതുവരെ അതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ അറിവിൽ എത്തിക്കുവാൻ, ആത്മാവിനെ ഉയർത്തുവാൻ, ആത്മാവിനെ ഉത്ഭവസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ, ആ ഉത്ഭവകാരണരൂപനാകുന്ന പരമാത്മാവിലേക്ക് ലയിപ്പിക്കുവാൻ, ആനന്ദത്തിൽ തികവാക്കി നിലനിർത്തുവാൻ, ആനന്ദത്തിൽ സമ്പൂർണമാക്കി നിലനിർത്തുവാൻ, സമ്പൂർണജ്ഞാനവുമായി ഗുരുനാഥൻ ഇതാ ആനന്ദ നാമധാരിയായി അവതരിച്ചിരിക്കുന്നു. നാമധാരിയായി വെറും ആനന്ദമല്ല,
മനുഷ്യാവസ്ഥയിലോ അവനവനിലിരിക്കുന്ന കുറവുകൊണ്ടോ കുറവുണ്ടോ ഓരോ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ചാണ് ആദർശത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ഒരിക്കലും ഗുരുവിന്റെ ജ്ഞാനം ആത്മാവിൽ ഭവിക്കുകയില്ല. ആ ലജ്ജ കൂടാതെ വീണ് ഭജിക്കുന്ന ഒരു ആത്മാവിന് മാത്രമേ, കുറ്റങ്ങളും കുറവുകളും എണ്ണാതെ വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന ഒരു ശിഷ്യന് മാത്രമേ ആശ്വാസമായും ആനന്ദമായും ഗുരുവിനെ ആത്മാവിൽ കാണാൻ കഴിയുള്ളൂ. അപ്രകാരം ആത്മാവിൽ ആശ്വാസത്തെയും ആനന്ദത്തെയും ദാനം ചെയ്യുവാൻ ഗുരു ഇതാ പ്രത്യക്ഷമായി ലോകത്തിൽ വാഴുകയാണ്. സദ്ഗുണസമ്പൂർണനാകുന്ന സദ്ഗുരു പ്രത്യക്ഷമായി ലോകത്തിൽ വാഴുകയാണ്. പക്ഷേ അത് ഗ്രഹിക്കണം, സമ്പൂർണമായി വിശ്വസിക്കണം, സമ്പൂർണമായി ആശ്രയിക്കണം, ആരാധിക്കണം. അപ്പോൾ മാത്രമേ ആരാധ്യനെ ആത്മാവായി ആത്മാക്കളിൽ കാണാവൂ. ഓരോ ഇടങ്ങളിൽ പോയി തേടി നടക്കുകയാണ്. ആനന്ദം എവിടെയാണ് ഇരിക്കുന്നത്? ആശ്വാസം എവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ കോടാനുകോടി സമ്പാദിച്ചിട്ടുണ്ട്, എനിക്ക് 5 തലമുറ കൂടി വന്നാലും ജീവിക്കാനുള്ളതെല്ലാം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു മനസ്സമാധാനം കിട്ടിയാൽ മതി. ഒരു ശകലം മനസ്സമാധാനം എനിക്ക് ആരെങ്കിലും തരണേ. എവിടെ പോയാലാണ് എനിക്ക് മനസ്സമാധാനം കിട്ടുന്നത്? ആരെ കണ്ടാലാണ് എനിക്ക് മനസ്സമാധാനം കിട്ടുന്നത്? തേടി നടക്കുകയാണ് ലോകരംഗേ. കാണാതെ ആരും തിരഞ്ഞിടുന്നു, കാണാതെ ആരും തിരഞ്ഞിടുന്നു. അവനവനിലിരിക്കുകയാണ്, ആത്മാവായിരിക്കുകയാണ്. ആ ആത്മാവിൽ സംശുദ്ധമായ ജീവിതം കാഴ്ചവെച്ച് സൽഫലങ്ങൾ നിന്റെ ആത്മാവിൽ സ്വരൂപിക്കാതെ ഒരിക്കലും നിനക്ക് ആശ്വാസം അനുഭവിക്കാൻ പറ്റുകയില്ല. ആശ്വാസത്തിന്റെ പൂർണ്ണതയിലല്ലാതെ ആനന്ദം ഉണ്ടാവുകയില്ല. അപ്പോൾ അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം, നാമസങ്കീർത്തനം ഇവ ദാനം ചെയ്യുവാൻ, പടിപടിയായി ആത്മാവിനെ ഉയർത്തുവാൻ നാമസങ്കീർത്തനധാരിയായി ജഗദീശ്വരൻ വാഴുകയാണ്.
സമ്പൂർണ്ണമായ ആനന്ദമാണ് സദ്ഗുരുവിൽ നിന്ന് ദാനം ചെയ്യുന്നത്. ചിലരെങ്കിലുമൊക്കെ വിചാരിക്കും ലോകം മുഴുവൻ രോഗദുഃഖത്താൽ വലയുന്നു, ലോകം മുഴുവൻ രോഗദുഃഖത്താൽ വലയുന്നു, അനേക ലക്ഷങ്ങൾ മൺമറഞ്ഞു പോയി, അനേക ലക്ഷങ്ങൾ മൺമറഞ്ഞു പോയി. അപ്പോൾ ഇതാ കുറച്ചുപേര് കൂടിയിരുന്ന് ആനന്ദം 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 എന്ന് പറയുന്നു. കുറച്ചുപേർ കൂടിയിട്ട് ആനന്ദം 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 എന്ന് പറയുന്നു. ഇതല്ലാതെ ഇതിന് പരിഹാരം വേറെ ഒന്നുമില്ല, സത്യം. ഇതല്ലാതെ പരിഹാരം വേറെ ഒന്നുമില്ല, സത്യം. ഓ, ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് കുറെ നേരം ഇരുന്നുകൊണ്ട് വെളിച്ചം വെളിച്ചം എന്ന് പറഞ്ഞാൽ വെളിച്ചം ഉണ്ടാവുകയില്ല. അവിടെ വെളിച്ചം കത്തിച്ചു കൊണ്ട് ചെല്ലണം, അല്ലെങ്കിൽ വെളിച്ചമുള്ള എന്തെങ്കിലും സാധനം അവിടെ കൊണ്ടുചെല്ലണം. ആ ലോകത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ അന്ധകാരത്തെ മാറ്റുവാൻ, ആത്മപ്രകാശമാകുന്ന നിത്യവെളിച്ചത്തിനല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ആ പ്രകാശത്തെ ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുവാൻ കാണുക കാണുക ആനന്ദത്തെ കാണുക 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 ആനന്ദത്തെ കാണുക സദ്ഗുരുവിൽ സ്ഥിതി ചെയ്യുന്ന ആനന്ദത്തെ കാണുക, സദ്ഗുരുവിൽ സ്ഥിതി ചെയ്യുന്ന ആനന്ദത്തെ കാണുക. ഈ മന്ത്രങ്ങൾ ആ സദ്ഗുരുനാഥനാകുന്ന ജഗദീശ്വരന്റെ ആത്മജ്ഞാനത്തിലൂടെ നിങ്ങളിലേക്ക് ഒഴുക്കിത്തരുന്ന ഈ മന്ത്രങ്ങൾ സദ്ഗുരുദേവന്റെ ആത്മജ്ഞാനത്തിൽ കൂടി നമ്മളിലേക്ക് ഒഴുക്കിത്തരുന്ന ഈ മന്ത്രങ്ങൾ ഇത് ജ്ഞാനപ്രകാശമാണ്. ജ്ഞാനപ്രകാശം, സർവ അന്ധകാരങ്ങളെയും ഒഴിവാക്കുന്ന പ്രകാശമാണ്. സർവ അന്ധകാരത്തെ ഒഴിവാക്കുന്ന പ്രകാശം, അജ്ഞാനത്തിൽ നിന്നൊരു ആത്മാവിനെ വീണ്ടെടുക്കുവാനുള്ള ഒരു നിത്യവെളിച്ചമാണ്. അജ്ഞാനത്തിൽ നിന്നൊരു ആത്മാവിനെ വീണ്ടെടുക്കുവാനുള്ള അത് ലോകത്തെ പ്രകാശിപ്പിക്കും. അത് ലോകത്തെ പ്രകാശിപ്പിക്കും. ഈ രോഗദുഃഖങ്ങൾ കുറേശ്ശെ കുറേശ്ശെയായി മാറിപ്പോകും. ഈ രോഗദുഃഖങ്ങൾ കുറേശ്ശെ കുറേശ്ശെയായി മാറി അങ്ങനെ മാറിപ്പോകട്ടെ. ലോകത്തിൽ നിന്ന് ഈ ദുഃഖം ഒഴിവാകട്ടെ, ഈ അന്ധകാരം ഒഴിഞ്ഞു പോകട്ടെ, ഈ മഹാരോഗം നിർവീര്യമായി പോകട്ടെ. സർവശക്തിയുടെ മഹാകാരുണ്യത്തിലൂടെ ആ ഉൾക്കാമ്പിൽ നിന്നും നിത്യവെളിച്ചത്തെ ലോകത്തിലേക്ക് പ്രദാനം ചെയ്യുന്ന ഈ ആത്മബോധോദയ സംഘത്തിലൂടെ ആത്മലോകത്തെ രക്ഷിക്കുവാൻ സർവശക്തി തീരുമാനം ചെയ്യുവാറാകട്ടെ. ആത്മലോകം രക്ഷ പ്രാപിക്കട്ടെ. ആത്മനാഥന്റെ കരുണ ഉണ്ടാകട്ടെ. ആത്മനാഥന്റെ കരുണ ഉണ്ടാകട്ടെ. ഓ, സ്വദേശത്തും വിദേശത്തുമായി ദുഃഖങ്ങളോടുകൂടി ഭീതിയോടുകൂടി കഴിഞ്ഞുകൂടുന്ന സർവാത്മാക്കളെയും സർവശക്തി ദർശിച്ച് ആശ്വാസവും രോഗശാന്തിയും സുഖവും ആരോഗ്യവും ആയുസ്സും സർവശക്തി ദാനം ചെയ്യുമാറാകട്ടെ. മഹാശക്തി ദാനം ചെയ്യുമാറാകട്ടെ. സർവലോകനാഥന്റെ മഹാകാരുണ്യം ഉണ്ടാകട്ടെ. ഈ പൂരാടം മറ്റന്നാൾ ദിനത്തിൽ, ഈ മഹിമേറിയ ഞായറാഴ്ച ദിനത്തിൽ ആ കുറഞ്ഞോടുകൂട്ടം ആളുകൾ ഒത്തുചേർന്ന് ഇരുന്നുകൊണ്ടാണെങ്കിലും ഈ കൂടി നിൽക്കുന്ന ദേവീദേവന്മാരെയും ഭൂതപരിവാരങ്ങളെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സർവശക്തിയോട് അപേക്ഷിക്കുകയാണ്. മഹാശക്തി ഇതിനൊരു തീരുമാനം ഉണ്ടാകട്ടെ. മഹാശക്തി ഇതിന് തീരുമാനം ഉണ്ടാകട്ടെ. ഈ ലോകത്തിൽ നിന്ന് ഈ രോഗത്തെ മാറ്റിക്കളയണമേ. സർവാത്മാക്കളെയും രക്ഷിക്കണമേ ദൈവമേ. രോഗബാധിതരായി കഴിയുന്നവരെ രക്ഷിക്കണമേ ദൈവമേ. ഇനി ആർക്കും ഇത് ബാധിക്കാതെ കരുതിക്കൊള്ളണമേ ദൈവമേ. സർവ്വലോകനാഥൻ കാവലായി നിൽക്കണമേ. ഭൂതന്മാരാൽ കാവലാക്കപ്പെടണമേ. ഓ, ദേവീദേവന്മാരാൽ കാവലാക്കപ്പെടണമേ. ഓ, നിയമം പാലിച്ചു അല്ലാതെയും ലോകത്തിൽ ജീവിക്കുന്നവരെ ഈ വിപത്തിൽ നിന്നൊന്ന് രക്ഷിക്കുമാറാകണമേ. സർവശക്തി പ്രത്യക്ഷമായതിലോണമേ. സർവശക്തി പ്രത്യക്ഷമായതിലോണമേ. മഹാശക്തിയുടെ കരുണയുണ്ടാകണമേ. സർവ്വലോകനാഥന്റെ കരുണയുണ്ടാകണമേ. എന്റെ ഉടയവനെ എനിക്കായി അവതാരം ചെയ്തൊരു നാഥ, ഭയങ്ങളകറ്റിടണേ
ബന്ധുവായി കൂടെ വസിച്ചിടണേ. എന്റെ ഉടയവനെ, എനിക്കായി അവതാരം ചെയ്തൊരു നാഥ, ഭയങ്ങളകറ്റിടണേ, ബന്ധുവായി കൂടെ വസിച്ചിടണേ.